എനിക്ക് ഡെയിലി വരുന്ന പരാതിയാണ് എൻ്റെ ചാനൽ ആരും സബ് ചെയ്യുന്നില്ല. അതായത് ഓരോ ആളുകളുടെ ചാനൽ ആരും സബ് ചെയ്യുന്നില്ല. എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിന് സൊല്യൂഷൻ നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ എപ്പോഴാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്? അതായത് ചാനൽ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ ചെയ്തോ? അല്ല നിങ്ങൾ എത്രാമത്തെ പ്രാവശ്യമാണ്? അയാൾ എപ്പോഴാണ് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും. എപ്പോഴാണ് നിങ്ങൾ സബ് ചെയ്തതെന്നുള്ളത്. ഇനി ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൊബൈൽ ടെക്നോളജിയൊക്കെ വരുന്ന മൊബൈൽ ഫോൺസൊക്കെ വരുന്നതിന് മുന്നേ ഉള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഓരോരാളെ പിന്നാലെ നടക്കുമല്ലോ. അതായത് ഓരോ പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു സൈക്കോളജി. നമ്മൾ ഒരു പെൺകുട്ടീനെ കാണും. അപ്പോൾ നമ്മളിങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ കാണും. ആ പെൺകുട്ടി നമ്മളെയും കാണും. ഓക്കെ, ഇനി ആ പെൺകുട്ടിയിലേക്ക് പോവാം. ആ പെൺകുട്ടി ഒരുത്തനെ കണ്ടു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരുത്തൻ നോക്കി അവിടെ തിരിച്ചു നോക്കി. സ്വാഭാവികം, ഒന്നുമില്ല. പിറ്റേ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസവും ഇതേ സമയത്ത് കോളേജിൽ പോകുമ്പോൾ അവനെ കണ്ടു. അവനും നോക്കി, ഇവളും നോക്കി. അപ്പോൾ ഇവിടെ ഇരിക്കും, ഇന്നലല്ലേ ഇവനെ ഞാൻ കണ്ടത്, ഇന്ന് അവൻ തന്നെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തു. മൂന്നാമത്തെ ദിവസവും ഇതേപോലെ തന്നെ. അപ്പോൾ അവനൊന്ന് ചിരിച്ചു. അപ്പോൾ അവൾ ചിരിക്കൂല. അവിടെ ഇവനെന്തിനാണ് ഇപ്പം എന്നെ നോക്കി ചിരിച്ചത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന നോക്കിയിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കുമല്ലോ, ഇതൊക്കെ നോക്കും. ഇതേ പ്രോസസ്സ് ചിലപ്പോൾ 4, 5, 6 ദിവസം, ചിലപ്പോൾ ആഴ്ചകളോളം നടക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരാളെ തന്നെ അവൾ കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്യുക. പിന്നീട് ആളുടെ പേര് മനസ്സിലാക്കുന്നു, പിന്നെ അവൻ എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഈ പ്രണയമൊക്കെ പണ്ടൊക്കെ ഉണ്ടാവുന്നത്. ഒരു ദിവസം ഇവനെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അവൾ അന്വേഷിക്കും, അവനവിടെ പോയി. ആരോടും ചോദിച്ചില്ലെങ്കിൽ ചുറ്റും നോക്കും. ഇതെങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്നത്? യൂട്യൂബ് ചാനൽ ഇന്ന് ഇതേപോലെയാണ്. അതായത് നിങ്ങളുടെ ചാനൽ ഒരു ആൾ കണ്ട ഉടൻ തന്നെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. അവരെന്ത് ചെയ്യും? ഈ ചാനൽ ബ്രൗസ് ഫീച്ചർ വഴി, അതായത് ഒരാൾ നമ്മളെ വീഡിയോ സാധാരണ ലിങ്ക് വഴി അല്ലാതെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബ്രൗസ് ഫീച്ചർ വഴി നെക്സ്റ്റ് ടൈമിൽ അവരുടെ അടുത്തേക്ക് നമ്മുടെ വീഡിയോ പോകും. ആദ്യത്തെ ദിവസം കണ്ടു ഒരു വീഡിയോ, രണ്ടാമത്തെ ദിവസം കാണുമ്പോഴും അവർ ചിലപ്പോൾ ഓപ്പണാക്കി നോക്കാം. ഓപ്പണാക്കി നോക്കുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത ടോപ്പിക്കുകളാണ് എന്ന് കണ്ടു. പക്ഷെ അന്നും സബ്സ്ക്രൈബ് ചെയ്യില്ല. പിന്നെ ഈ വീഡിയോ മൂന്നാമത്തെ പ്രാവശ്യം വന്നു, ചിലപ്പോൾ നാലാമത്തെ പ്രാവശ്യം വന്നു, അഞ്ചാമത്തെ പ്രാവശ്യവും ഇപ്പോൾ കഴിഞ്ഞ എല്ലാ തവണകളെയും പോലെ വാല്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ് ഈ വരുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാലാണ് അവർക്ക് ഇനിയും ഇങ്ങനെയുള്ളത് മിസ്സായി പോകണ്ട എന്ന് കരുതിയിട്ടാണ് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ അങ്ങനെയാണ്. പണ്ട് അങ്ങനെയല്ല. പണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്തോ വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചാൽ എല്ലാ ആളുകളും പോയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീഡിയോകൾ ചെയ്യുന്ന നിങ്ങളുടെ കോണ്ടൻറ്റ്, അതുപോലെ വാല്യൂ കൊടുക്കുന്നത് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഒരാളും സബ് ചെയ്യാതെ പോവില്ല. പക്ഷേ ഈ ആൾ നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമായിരിക്കും സബ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സബ്ബുകൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇന്നാക്റ്റീവ് ആയിട്ടുള്ള സബ്ബായിട്ട് മാറില്ല. അവരെപ്പോഴും നിങ്ങൾ വീഡിയോ കാണാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ അവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് എന്നെ ചെയ്യൂ, ഞാൻ തിരിച്ച് ചെയ്യാം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പിന്നിലുള്ള ഒരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലുണ്ട്. അതായത് പലരും പറയും ഒരുമിച്ച് മുന്നേറാം എന്ന് പറയുന്ന ആളുകൾ ആലോചിക്കേണ്ടത്, ഈ ഒരുമിച്ച് മുന്നേറാം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കണക്ഷനുമില്ലാതെ വെറുതെ വന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അവരെ ക്ലിക്ക് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ മറ്റുള്ള വീഡിയോസ് അവരൊരു കാരണവശാലും കാണാനുള്ള സാധ്യതകൾ 90% അല്ലെങ്കിൽ 95% ഇല്ലാതെ നിങ്ങളുടെ ചാനൽ ഡൗൺ ആക്കുക മാത്രമേ ഉള്ളൂ. സബ്സ്ക്രൈബ് കൗണ്ടിനേക്കാളും വളരെ കുറച്ചുള്ള വ്യൂസൊക്കെ വരുന്ന സമയത്ത് യൂട്യൂബ് മനസ്സിലാക്കും ഇത് ആർക്കും താല്പര്യമില്ലാത്ത വിഷയമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ സ്വന്തമായിട്ട് പണി വാങ്ങിച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത്. അതുകൊണ്ട് ഒരുമിച്ച് മുന്നേറാമെന്നൊക്കെ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ആ വാല്യൂസും നിങ്ങളതിൽ കൊടുക്കുന്ന ആശയങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് വരുമ്പോഴേക്കാണ് ആളുകൾ കാണുക. ഇതാണ് ഒരു സബ്സ്ക്രൈബേഴ്സിന് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം. അതുപോലെ തന്നെ ചാനലിൻ്റെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാവരും എന്നെ സബ് ചെയ്യൂ, ലൈക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയരുത്. കാരണം അവർക്ക് സമയം കൊടുക്കുക. നിങ്ങൾ വീഡിയോ തുടങ്ങുക, കാര്യങ്ങൾ പറയാം, അതിൻ്റെ ഇടയിൽ വല്ല ആനിമേഷനൊക്കെ ഇട്ടിട്ട് സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അവരൊന്ന് ഒരു ഓർമ്മിപ്പിക്കലാണ്. കാരണം പലരും ചിലപ്പോൾ മറന്നു പോകും. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുക, വീഡിയോൻ്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗത്ത് എവിടെയെങ്കിലും എന്നെ ഒന്ന് സബ് ചെയ്യൂ എന്ന് ഓർമ്മിപ്പിക്കുമ്പോഴാണ് അവർ സബ് ചെയ്യുക. അത് വേണം നമുക്ക് ചെയ്യാം. പക്ഷേ ആദ്യം തന്നെ നിങ്ങൾ സബ് ചെയ്യൂ,
ലൈക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വെറുപ്പിക്കാതിരിക്കുക. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആളുകൾക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം ഇപ്പോൾ സബ് ചെയ്യേണ്ടതാണ്, ലൈക്ക് ചെയ്യേണ്ടതാണെന്നൊക്കെ. അതുകൊണ്ട് ജസ്റ്റ് റിമൈൻഡ് ചെയ്താൽ മാത്രമുണ്ട്. ഇതാണ് 100% നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള, നിങ്ങൾക്ക് വർക്കാവുന്ന ഒരു ടിപ്പ്. ഇതാണ് നിങ്ങൾ ഈ വീഡിയോസിൽ ശ്രദ്ധിക്കുക. വീഡിയോൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂബിളായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കുക. ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് അവർക്ക് കൂടി തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ സബ് ചെയ്യുള്ളൂ. അങ്ങനെ തോന്നാത്ത ഒരു ചാനലും ഒരാളും സബ്ബും ചെയ്യില്ല, എവിടെ എത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റ് കാര്യങ്ങൾ പിന്നാലെ പോയിട്ട് വെറുതെ സമയം കളയാൻ നിൽക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സക്സസ് ആവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.